കല്ലുവിന് നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് അവൾ ചെറുതായൊന്ന് മയങ്ങി. എന്തോ ദുസ്വപ്നം കണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടിയുണർന്നു. നന്നായി വിയർത്ത് കുളിച്ചിരുന്നു. നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഓരോ തുള്ളികളായി ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കിയിരിക്കുന്ന അവൾക്കരികിലായി ഒരു സിസ്റ്റർ വന്നു. എന്തു പറ്റി മോളെ? നന്നായി വിയർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ, സിസ്റ്റർ തിരക്കി. പാറു പാറു അവൾ ഒരു മന്ത്രം ജപിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് എന്താടാ പറ്റിയത്? പാറുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊണ്ടുവരുമ്പോൾ ചോരയിൽ കുളിച്ചിരുന്നു. കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുവരെയും ബോധം വീണിട്ടില്ല, സ്നേഹ എങ്ങനെയോ പറഞ്ഞു നിർത്തി. കല്ലുവിനെ നെഞ്ചോട് ചേർത്ത് അവളും കരഞ്ഞുകൊണ്ടിരുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ പോയിരിക്കാം. എനിക്കിവിടെ കിടന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. രണ്ടുപേരും ICUവിൻ്റെ വാതിൽക്കലേക്ക് നടന്നു നീങ്ങി. അവിടെ ഏറെ പരിചിതമായ ഒരു വ്യക്തി ഡോക്ടറുമായി സംസാരിച്ചു നിൽക്കുന്നത് കല്ലുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെന്റെ കെട്ടിയവനാണല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെയും ആലോചനയിൽ മുഴുകി. പാറുവിന് ആക്സിഡന്റ് ആണെന്നാണല്ലോ സ്നേഹ പറഞ്ഞത്. ഹോസ്പിറ്റൽ അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു കാണും. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്നതായിരിക്കും. ഡി, നമുക്ക് അവിടെ ചെന്നിരിക്കാം, നീ നടക്ക. സ്നേഹയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഇരുവരും ICUവിന് പുറത്തുള്ള ചെയറിൽ പോയിരുന്നു. ഡോക്ടറുമായി സംസാരിച്ചു കഴിഞ്ഞ് മുഖം തിരിച്ചതും ആകാശ് അവളെ കണ്ടു. കരഞ്ഞു വാടിത്തളർന്നിരിക്കുന്ന ആ മുഖം കണ്ടതും അവൻ്റെ നെഞ്ചകം പൊള്ളി. അടുത്ത് ചെന്നിരുന്ന് നെഞ്ചോട് ചേർത്തിയിരുത്തി ആശ്വസിപ്പിക്കണമെന്നവന് തോന്നി. എന്നാൽ അവൻ അതിന് കഴിഞ്ഞില്ല. അവൻ അവരെ ലക്ഷ്യം വെച്ച് അവർക്കരികിലേക്ക് നടന്നു നീങ്ങി. സർ, ആകാശ് അരികിലെത്തിയതും സ്നേഹ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ക്ഷീണം കാരണം ശബ്ദം വളരെ കുറവായിരുന്നു. ആ സമയവും അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രാണനിൽ പാതിയായവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം കല്ലുവിൻ്റെ മുഖത്തേക്കാണെന്ന് അവൾക്ക്. നേരത്തെ അവൾ തലകറങ്ങി വീണതും ഡ്രിപ്പ് ഇട്ടതും എല്ലാം സ്നേഹ വിശദമായി തന്നെ അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ നെഞ്ചു പിടഞ്ഞു. അവൾ കരികിലായി ചെന്നിരുന്നു. എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. ആ സമയം മനസ്സിന് ആശ്വാസവും കുളിർമയും എന്തെന്നില്ലാത്ത സന്തോഷവും ഒക്കെ അവൾക്ക് തോന്നി. ഏറെ സമയത്തിന് ശേഷം എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അടർന്നു മാറി. നീ സാറിനൊപ്പം വീട്ടിലേക്ക് പൊയ്ക്കോ, സ്നേഹ കല്ലുവിനെ നോക്കി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കരഞ്ഞു തളർന്നിരിക്കുവല്ലേ, ഉറക്കമൊഴിച്ചിരുന്നാൽ ശരിയായില്ല, ആകാശ് സ്നേഹയെ നോക്കി പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇരുവരും അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തയ്യാറായി. സ്നേഹ കല്ലുവിനോട് യാത്ര പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ആകാശ് കല്യാണിയെയും കൂട്ടി കോട്ടേജിലേക്കും പോയി. കോട്ടേജ് എത്തുന്നതുവരെ രണ്ടുപേർക്കും ഇടയിൽ മൗനം തളം കെട്ടി കിടന്നു. രണ്ടുപേരും ഒരുമിച്ച് അകത്തേക്ക് കയറി വന്നതും കീർത്തിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. രണ്ടുപേരും രണ്ടിടങ്ങളിലേക്കല്ലേ പോയത്? പിന്നെ എങ്ങനെ ഇവർ ഒരുമിച്ച് വന്നു? കല്യാണിയുടെ മുഖം വാടി തളർന്നിട്ടുണ്ടല്ലോ, എന്തായിരിക്കും കാര്യം? കീർത്തി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. ചേച്ചിയമ്മയുടെ മുഖത്തെ വല്ലായ്മ അഞ്ജുവിന്റെ മുഖത്ത് വിഷമം സൃഷ്ടിച്ചു. ചേച്ചിയമ്മേ, എന്താ പറ്റിയേ? കല്ലുവിന്റെ സങ്കടം നിറഞ്ഞ ആ മുഖം കണ്ടതും ആ കുഞ്ഞു മുഖം വാടി. ചേച്ചിയമ്മയ്ക്ക് ചെറിയൊരു തലവേദന, മോള് സങ്കടപ്പെടണ്ട കേട്ടോ. അഞ്ജുവിന്റെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടതും ആകാശ് അവളോട് പറഞ്ഞു. അവൾ ചേച്ചിയമ്മയും കൂട്ടി റൂമിലേക്ക് പോയി. കല്ലു ബെഡിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് കരയാൻ തുടങ്ങി. ചേച്ചിയമ്മ കരയണ്ട കേട്ടോ, ഉറങ്ങിക്കഴിയുമ്പോൾ തലവേദന മാറും, അഞ്ജുമോൾ നിഷ്കളങ്കമായി പറഞ്ഞു. പക്ഷെ കല്ലുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ പാറുവാണ്. ഇതേ സമയം ആകാശ് തൻ്റെ റൂമിൽ കല്യാണിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അവൾ ഉറങ്ങിക്കാണുമോ? ഒന്ന് പോയി നോക്കിയാലോ? അവൻ ആത്മഗതം നടത്തി. അവൻ ആലോചനയ്ക്കൊടുവിൽ അവളെ പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. അവളുടെ റൂം ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് കണ്ടതും അവൻ അവൾക്കരികിലായി ചെന്നിരുന്നു. അഞ്ജുമോള് ഇതിനോടകം ഉറങ്ങിയിരുന്നു. തൻ്റെ അരികിലായി ആകാശിനെ കണ്ടതും അവൾ എഴുന്നേറ്റിരുന്നു. പാറു രക്ഷപ്പെടുമോ? അവൾ ചോദിച്ചു. ഗുരുതരമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. എന്തെങ്കിലും മിറക്കൽ സംഭവിക്കാതെ ഇരിക്കില്ല. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന്റെ ക്ഷീണം കൂടുകയുള്ളൂ. എനിക്കറിയാം, പക്ഷെ എനിക്ക് കണ്ണടയ്ക്കാൻ പേടിയാണ്. മുന്നിൽ ദുസ്വപ്നങ്ങൾ മാത്രമാണ് തെളിയുന്നത്.
അവൻ തൻ്റെ മടിയിലേക്ക് അവളെ പിടിച്ചു കിടത്തി. എന്നിട്ട് അവളുടെ മുടിയിഴകിലൂടെ മൃദുവായി തലോടി. അവൾ എപ്പോഴോ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് അവൾ എഴുന്നേറ്റതും അവളുടെ മിഴികൾ ആരെയോ തിരയാൻ തുടങ്ങി. റൂമിൽ ഇല്ലെന്നുറപ്പായതോടെ അവൾ താഴേക്ക് ഇറങ്ങി നോക്കി. എന്നാൽ അവിടെയും കാണാനില്ലായിരുന്നു. അവളെ ആരെങ്കിലും അന്വേഷിക്കുവാണോ? അതെ രാമേട്ട, സാറിനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. സാറ് രാവിലെ തന്നെ വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോയി മോളെ. രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് ഇത് എങ്ങോട്ട് പോയതായിരിക്കും? അവൾ ആത്മകഥം നടത്തി. രാവിലെ തന്നെ പുറത്തേക്ക് നോക്കി ഇന്ന് കിനാവ് കാണാൻ തുടങ്ങിയോ? കീർത്തി തിരക്കി. ഞാൻ എന്തെടുക്കാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അവൾ കുറച്ച് ഗൗരവത്തോടു കൂടി പറഞ്ഞു. ഞാനൊന്ന് വെറുതെ തിരക്കിയതാണേ. അതും പറഞ്ഞ് കീർത്തി അടുക്കളയിലേക്ക് കയറിപ്പോയി. കല്യാണി കുറെ നേരം ആ നിൽപ്പ് അങ്ങനെ നിന്നു. ഗേറ്റ് കടന്ന് ആകാശ് വരുന്ന കാറിന്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. ഈ അതിരാവിലെ എങ്ങോട്ട് പോയതാ? ആകാശ് വന്നതും അവൾ ചോദിച്ചു. തൻ്റെ കൂട്ടുകാരി കണ്ണു തുറന്നു വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ വരെ ഒന്ന് പോയതാ. പാറു കണ്ണു തുറന്നോ? അവൾ അതിശയത്തോടെ തിരക്കി. അവൻ ഒന്ന് മൂളി. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഒരു കപ്പ് ചായയുമായി കീർത്തി വന്നു. ആകാശിന് നേരെ ചായക്കപ്പ് നീട്ടിയതും കല്യാണി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൾ കൊടുത്ത ചായ ആസ്വദിച്ചു കുടിക്കുന്ന ആകാശിലേക്ക് അവൾ തൻ്റെ മിഴികളെ പായിച്ചു. എന്താ എന്ന അർത്ഥത്തിൽ അവൻ പുരികം പൊക്കി ചോദിച്ചു. എന്നാൽ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ചായ ഗ്ലാസുമായി തിരികെ കീർത്തി അടുക്കളയിലേക്ക് പോയി. നീ പെട്ടെന്ന് റെഡിയായി വന്നാൽ എൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരാം. കൂട്ടുകാരിയെ കാണണ്ടേ? ഇപ്പൊ പോകുമോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ ഇറങ്ങാം. അത് കേട്ടതും കല്യാണിയുടെ മുഖത്ത് 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചു വന്നിരുന്നത് പോലെ ഉണ്ടായിരുന്നു. പാറുവിനെ കാണാൻ പോകാനുള്ള ഉത്സാഹത്തിൽ അവൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയാക്കാൻ തുടങ്ങി. ചേച്ചിയമ്മേ, ഇതെവിടെ പോകുക? റെഡിയായിക്കൊണ്ടിരിക്കുന്ന കല്യാണിയെ കണ്ടതും അഞ്ജു തിരക്കി. ചേച്ചിയമ്മയ്ക്ക് ഇന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. മോളിവിടെ രാമനങ്കിളിൻ്റെയും കീർത്തി ചേച്ചിയുടെയും കൂടെ മിടുക്ക് കുട്ടിയായിട്ടിരിക്കണേ. അഞ്ജുവിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇന്നത്തെ പോലെ ഒത്തിരി വൈകുമോ? ഇല്ല, ചേച്ചിയമ്മ പെട്ടെന്ന് വരാം. അതും പറഞ്ഞ് അവൾ അഞ്ജുവിനൊരു മുത്തവും കൊടുത്ത് താഴേക്കിറങ്ങി. അവിടെ അവളെയും കാത്ത് താഴെ ആകാശം നിൽപ്പുണ്ടായിരുന്നു. അഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഒരു ചുംബനം കൂടി നൽകി അവൾ ആകാശിനൊപ്പം കാറിലേക്ക് കയറി. കുറച്ചു നേരത്തിന് ശേഷം കാർ ചെന്ന് നിന്നത് ഒരു ക്ഷേത്രത്തിലായിരുന്നു. നമ്മളെന്താ ഇവിടെ? ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്? ഒന്ന് ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. കല്യാണത്തിന് ശേഷം രണ്ടുപേരും കൂടി ആദ്യമായാണ് എവിടേക്കെങ്കിലും പോകുന്നത്. അതിൻ്റെ സന്തോഷം കല്യാണിയുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പാറുവിന് വേണ്ടി അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാവേളയിൽ അവളുടെ കണ്ണുകളിൽ നനവ് പടരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും അവർ നേരെ ഹോസ്പിറ്റലിലെത്തി. അവൾക്കരികിലേക്ക് സ്നേഹ ഓടി വന്നു. സ്നേഹയ്ക്കൊപ്പം കല്ലു ICUവിനരികിലേക്ക് ചെന്നു. സിസ്റ്റർ, ഞങ്ങൾ അകത്ത് കയറി അവളെ ഒന്ന് കണ്ടോട്ടെ? സ്നേഹ തിരക്കി. അതിന് കുഴപ്പമൊന്നുമില്ല, കയറി കണ്ടോളൂ. രണ്ടുപേരും ICUവിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പാറു നല്ല മയക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവളെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവർ അവളെ കണ്ടിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി. ICUവിന് പുറത്തുള്ള ചെയറിലായി രണ്ടുപേരും ഇരുന്നു. എനിക്ക് അവളെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആശ്വാസമായത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബ്ലഡ് നന്നായി പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കും ഇപ്പോഴും ഒന്ന് ശ്വാസം നേരെ വിടത്. എന്നാലും ഇത്രയും കാലം അവൾ എവിടെയായിരുന്നു? എനിക്കും അത് അറിയണമെന്നുണ്ട്. അവളോട് പയ്യെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അതെ, ഇനി അവൾ നമ്മുടെ കൺവെട്ടത്തുണ്ടല്ലോ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കല്ലുവിൻ്റെ കണ്ണുകളിലെ തിളക്കം പയ്യെ മറഞ്ഞു പോകാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിലേക്ക് ഭയം വന്നു നിറയാൻ തുടങ്ങി. കണ്ണുകളിൽ ഈറനണിഞ്ഞു. കല്ലു, നീ ഇത് എവിടെ നോക്കിയിരിക്കുക? കല്ലുവിൻ്റെ ഇരിപ്പ് കണ്ട് സ്നേഹ തിരക്കി. പക്ഷെ മറുപടി ഒന്നും പറയാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ മിഴികളിൽ ഇരുട്ട് വന്നു നിറഞ്ഞു. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് സ്നേഹയുടെ ഉള്ളിലും എന്തെന്നില്ലാത്ത ഒരു ഭയം വന്നു നിറഞ്ഞു. കല്ലു, നീ എന്തിനാ കരയുന്നേ? പാറാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താടാ കാര്യം? കല്ലു മറുപടിയൊന്നും പറയാതെ ജീവനറ്റ ശരീരം പോലെ ഇരുന്നു. കല്ലു നോക്കിയിരിക്കുന്ന ദിശയെ ലക്ഷ്യമാക്കി ആ ഭാഗത്തേക്ക് അവൾ തൻ്റെ മിഴികളെ പായിച്ചു. അവിടെ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും അവളുടെ മനസ്സും അസ്വസ്ഥമാകാൻ തുടങ്ങി.